ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു ഹാക്ക് വീഡിയോ ആണ്. ഹാക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് വീഡിയോ അല്ലെങ്കിൽ കുരുട്ടുബുദ്ധി വീഡിയോ എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു സർക്യൂട്ടാണിത്. അതായത് നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങളതിലിപ്പോൾ 7805 എന്ന റെഗുലേറ്റർ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു 5 വോൾട്ട് അത്യാവശ്യമായിട്ട് വേണം. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു BC547, രണ്ട് BC547ഉം, രണ്ട് 1.5K റെസിസ്റ്ററും, പിന്നെ ഒരു 10K പ്രീസെറ്റും കൂടെ വെച്ചുള്ള ഒരു 5 വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ക റെഗുലേറ്റഡ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ 5 വോൾട്ടിൽ കൂടുതൽ പോകില്ല. ഇത് 0.7 വോൾട്ട് മുതൽ 5.2 വോൾട്ട് വരെ മാക്സിമം പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇൻപുട്ടിൽ 28 to 30 വോൾട്ട് വരെ നിങ്ങൾക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റും. ഇതുപയോഗിച്ച് ഒരുപാട് കറണ്ടൊന്നും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം BC547 ലിമിറ്റ് ഉണ്ടല്ലോ, 100 മില്ലി ആംപിയർ ആണ് മാക്സിമം അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് അകത്തുള്ള കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഏത് സാധനവും നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 3.7 വോൾട്ട് 18650 ലിത്തിയം അയോൺ ബാറ്ററി അല്ലെങ്കിൽ ലിത്തിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി, അതിനെയൊക്കെ ചാർജ് ചെയ്യാൻ വേണമെങ്കിൽ ഇതുകൊണ്ട് യൂസ് ചെയ്യാം. തൽക്കാലം കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ ചാർജ് ചെയ്യാൻ, പക്ഷേ ചാർജിങ് വർക്ക് ചെയ്യും. കാരണം ഞാനത് ചെയ്തതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ റിലേ ഡ്രൈവേഴ്സ്, ചെറിയ സർക്യൂട്ടുകൾ, കുഞ്ഞു സർക്യൂട്ട്, TTL ഇത് വെച്ചുള്ള 74 സീരീസ് ഐസ് വെച്ചുള്ള ഡിജിറ്റൽ സർക്യൂട്ടുകൾ, അതൊക്കെ വർക്ക് ചെയ്യാൻ ഈ സാധനം പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ഔട്ട്പുട്ട് ഷോർട്ടായാൽ അടിച്ചു പോകും ഈ ട്രാൻസിസ്റ്റർ, അതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ. പിന്നെ ഉള്ളത് 7805 ഒക്കെ യൂസ് ചെയ്ത ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഒരു തവണ ഷോർട്ട് ആയെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും വരില്ല. അത് അവൻ തന്നെ ഡിസ്കണക്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ആവും. പക്ഷേ ഇതിനകത്ത് അതൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് 3 വോൾട്ട് വേണമെങ്കിൽ ഇതിനകത്തൊന്നും ഉണ്ടാക്കാം. കാരണം 10K പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ 3 വോൾട്ട് കിട്ടും, പിന്നെ 5 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഇത് ചെയ്യാം. അതായത് നിക്കൽ കാഡ്മിയം ബാറ്ററി ഉണ്ട്, 1.2 വോൾട്ട് ചാർജ് ചെയ്യാൻ ഈ സർക്യൂട്ട് യൂസ് ചെയ്യാം. കാരണം 100 മില്ലി ആംപിയർ, അതിലൊന്നും നമ്മൾ 10, 50, 60, 70 മില്ലി ആംപിയറിലൊക്കെയാണ് അത് ചാർജ് ചെയ്യണം. അപ്പം ഇത് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിലെ പിന്നൊക്കെ ലീഡിയൊക്കെ കട്ട് ചെയ്ത് വളരെ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ PCBയിലൊക്കെ ഉണ്ടാക്കിയാൽ വളരെ കുഞ്ഞ് സർക്യൂട്ടായിട്ട് ഇരിക്കും. ഇപ്പം കണ്ടോ, നമ്മൾ അസംബിൾ ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ. വളരെ കുഞ്ഞു സർക്യൂട്ട്, കാരണം മാല പോലെയൊക്കെ കിടപ്പുണ്ടെങ്കിലും വളരെ കുഞ്ഞു സർക്യൂട്ടാണ്. നമുക്കിതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കിയാലോ. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. രണ്ട് BC547 ബാക്ക് ടു ബാക്കിൽ കണക്ട് ചെയ്തേക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 10K ഇതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്തേക്കുന്നു, അത് ഫീഡ്ബാക്ക് ആണ്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു 5 വോൾട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇൻപുട്ടിൽ 28, 30 വരെയൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ 28 വരെ ഔട്ട്പുട്ട്, ബെഞ്ച് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് 28 വരെ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് 28 എന്ന് പറഞ്ഞ് ഇട്ടേ ഉള്ളൂ. 30 വരെയൊക്കെ കൊടുത്താലും വർക്ക് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണേ, നമ്മൾ അതിനുവേണ്ടി 2 വോൾട്ട്മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലെ വോൾട്ട്മീറ്റർ ഇൻപുട്ടാണ്, നമ്മൾ അതിനകത്ത് 16.6 വോൾട്ട് ആണ് കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിലെ മൾട്ടിമീറ്റർ യൂസ് ചെയ്യണം, ഔട്ട്പുട്ടാണ്, ഡയറക്റ്റ് ഔട്ട്പുട്ട്. നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ തന്നെ 3.165 വോൾട്ടേജ് ഉണ്ട്. നമുക്കിനി ഈ പ്രീസെറ്റ് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മിനിമം എത്ര വോൾട്ട് വരെ കയറും എന്ന് നോക്കാം. വളരെ വളരെ പതുക്കെ മൂവ് ചെയ്താൽ മതി. കാരണം സ്പീഡ് കുറയാനുണ്ട്. നമുക്കത് 3 വോൾട്ട് ആണെങ്കിൽ 1.2 വോൾട്ട് ആണെങ്കിൽ ആക്കാം. കണ്ട, ഇതാണ് ഇതിൻ്റെ മിനിമം വോൾട്ടേജ്. 0.7 വോൾട്ട് ആണ് മിനിമം. ഇനി മാക്സിമം എത്ര വോൾട്ട് വരെ പോകുമെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നോക്കിയോ, 2.8, 3, എൻ്റെ കണക്കനുസരിച്ച് 5.2 വോൾട്ട് വരെയാണ് മാക്സിമം പോകുന്നത്. നമുക്കത് നോക്കാം. ഏതായാലും ശ്രദ്ധിച്ചോ, നമ്മൾ ജസ്റ്റ് തിരിക്കുകയാണല്ലോ. 5.25 വോൾട്ട് വരെ മാക്സിമം പോയി. ഇൻപുട്ട് 16 വോൾട്ട്, ഔട്ട്പുട്ട് 5.25 വോൾട്ട്. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ചെറിയ ലോഡ് വരുമ്പം ഇത് കുറയും. എന്നാലും ലോഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറയും. എന്നിട്ട് അത് പിന്നെയും 5 വോൾട്ടിലോട്ട് പോകും. കാരണം ഇത് TP4056 വെച്ചുള്ള ബാറ്ററിയാണ്. ബാറ്ററിയിൽ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻപുട്ട് കൊടുത്ത് കണക്ട് ചെയ്യാം അതിനകത്ത്. കാരണം ഇതിൻ്റെ ബാറ്ററി ഓൾമോസ്റ്റ് എംറ്റി ആണ് കേട്ടോ. കാരണം നല്ല ഫുൾ യൂസ് ഉള്ള ഒരു ബാറ്ററിയാണ്. കാരണം റെഡ് LED കത്തുന്നത്, അതാണ് ഇൻപുട്ട് നന്നായിട്ട് ഡ്രോപ്പ് ആയത്. കാരണം TP4056 ഇനിഷ്യൽ ഇതിനകത്ത് ഹൈ കറണ്ട് വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. 1 ആംപിയർ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ 1 ആംപിയറും ബാറ്ററിയിലോട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ 1 ആംപിയർ ഇല്ലാത്തതുകൊണ്ട് 100 മില്ലി ആംപിയർ മാക്സിമം വലിക്കുന്നുണ്ട്. അതിൽ നിന്ന് അങ്ങ് വലിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഇൻപുട്ട് അങ്ങ് കുറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാൻ മടിക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചുമ്മാ കമന്റ് ഇട്ടോണേ, കൊള്ളാന്നൊക്കെ പറഞ്ഞ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.